ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ തുടക്കത്തിൽ 22,713 എന്ന നിലവാരത്തിലുണ്ടായിരുന്ന നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയുടെ അവസാനം ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,050 എന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലിലാണ്. ഏകദേശം 6% അഥവാ 1,337 പോയിൻറ്റിൻ്റെ ഒരു നേട്ടമാണ് ലാസ്റ്റ് വീക്ക് നിഫ്റ്റിയിലുണ്ടായത്. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഇതിനു മുമ്പത്തെ ഏറ്റവും വലിയ വീക്ക്ലി ഗെയിൻ അതുണ്ടായത് 2021 ഫെബ്രുവരിയിലായിരുന്നു. ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ അന്ന് കേന്ദ്ര ബഡ്ജറ്റിനോടുള്ള ഒരു പോസിറ്റീവ് പ്രതികരണത്തിന്റെ ഭാഗമായിട്ടാണ് 9.5% ഒരു മുന്നേറ്റം നിഫ്റ്റിയിൽ അന്നുണ്ടായത്. അപ്പൊ അതിനുശേഷമാണ് അതിശക്തമായ ഒരു വീക്ക്ലി ഗെയിൻ ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പൊ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആ ഒരു ചർച്ചകൾ നടക്കുമെന്ന വാർത്തകൾ മിഡിൽ ഈസ്റ്റിലെ ആ ഒരു സംഘർഷാവസ്ഥ കുറച്ചിട്ടുണ്ട്. ഇത് ഗ്ലോബൽ മാർക്കറ്റുകളിൽ പോസിറ്റീവായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്രൂഡ് ഓയിൽ പ്രൈസ് താഴ്ന്നതും നമ്മുടെ മാർക്കറ്റിന് വലിയൊരു ആശ്വാസമായിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പലിശ നിരക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസി അത് സ്ഥിരമായിട്ട് നിർത്താൻ തീരുമാനിച്ചതും മാർക്കറ്റിൽ പോസിറ്റീവായിരുന്നു. അതുകൂടാതെ RBI എടുത്ത ചില നീക്കങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യൻ റൂപ്പി അത് 92 എന്ന ലെവലിലേക്ക് തിരിച്ചു വന്നതും മൊത്തത്തിൽ മാർക്കറ്റിൽ ഒരു ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. അതുകൂടാതെ വലിയൊരു ചേഞ്ച് നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് FIAs അവരുടെ ഓഹരികൾ ഈ ഏപ്രിൽ മാസം ധാരാളമായിട്ട് വിറ്റഴിച്ചിരുന്നെങ്കിലും ഈ ആഴ്ച അവസാനം അവർ ആദ്യമായിട്ട് കുറേ കാലത്തിന് ശേഷം വാങ്ങിയതായിട്ട് കാണാം. അപ്പോൾ FIAസിൻ്റെ ആ സെല്ലിങ്ങിൻ്റെ ആ ഒരു തീവ്രത അവർ കുറച്ചിരുന്നു. എമൗണ്ട് നമ്മൾ കാണുന്നത് ഏപ്രിൽ 8-ാം തീയതി ഏകദേശം 2,000 കോടിയുടെ സെല്ലിങ്ങാണ് അവർ നടത്തിയെങ്കിൽ ഏപ്രിൽ 9-ാം തീയതി അത് 1,700 കോടിയായിട്ട് കുറഞ്ഞു. ഈ ഏപ്രിൽ 10-ന് ഫ്രൈഡേ അത് 672 കോടിയുടെ ഒരു നെറ്റ് ബൈയിങ് ആയിട്ട് മാറിയിരുന്നു. അപ്പോൾ ഇതൊരു വലിയൊരു ചേഞ്ചാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ പോസിറ്റീവായി നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റ് കണ്ടത്. അപ്പോൾ മാർക്കറ്റ് ഇൻഡെക്സുകളുടെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിഫ്റ്റി 50 നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 6% ഉയർന്നപ്പോൾ നിഫ്റ്റി നെക്സ്റ്റ് 50 9% ഒരു മുന്നേറ്റം നടത്തിയിരുന്നു. അതുപോലെ നിഫ്റ്റി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും മൈക്രോ ക്യാപ്പും എല്ലാം ഈ നിഫ്റ്റി 50 ഔട്ട് പെർഫോം ചെയ്യുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായത്. അതായത് മാർക്കറ്റിന്റെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് അത് ബ്രോഡ് മാർക്കറ്റിൽ അതിന്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചയുടെ ഒരു പ്രത്യേകത. ഇനി നിഫ്റ്റിയിലെ വിവിധ സെക്ടോറൽ ഇൻഡെക്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിഫ്റ്റി റിയാലിറ്റി, ഓട്ടോ, നിഫ്റ്റി ബാങ്ക്, അതുപോലെ മെറ്റൽ പോലെയുള്ള സെഗ്മെന്റിൽ ഏകദേശം 7% മുതൽ 12% വരെ ഒരു റാലിയാണ് നടന്നത്. ഈവൻ വളരെ ലോ പെർഫോമൻസ് നടത്തിയ CPSE ഇൻഡെക്സ് ആയാലും അതുപോലെ നിഫ്റ്റി IT ആയാലും നിഫ്റ്റിയുടെ ഫാർമ ഇൻഡെക്സ് ആയാലും അവിടെയൊക്കെ എന്നിട്ട് പോലും 1% മുതൽ 2% മുന്നേറ്റം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൂടാതെ കാര്യമായ ഒരു ചേഞ്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടിട്ടുള്ളത് ഗോൾഡും സിൽവറും ഒരു തിരിച്ചുവരവിൻ്റെ പാതയിൽ നമുക്ക് കാണാൻ കഴിയും. ഗോൾഡ് ബീസ് നമ്മൾ കാണുന്നത് 2% ഒരു മുന്നേറ്റമാണ് ലാസ്റ്റ് 5 ട്രേഡിംഗ് ഡേയിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ സിൽവർ ബീസ് ആണെങ്കിലും 4% ഒരു മുന്നേറ്റം ലാസ്റ്റ് 5 ട്രേഡിംഗ് ഡേയ്സിൽ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഗ്ലോബലായിട്ട് ഡോളർ ഇൻഡെക്സ് അത് 100-ൽ നിന്നും താഴോട്ടേക്ക് വന്നതായിട്ട് കാണാം, 98 എന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ശ്രദ്ധ കൂടുതലായിട്ട് ഈക്വിറ്റികളിലേക്കും അതുപോലെ തന്നെ ഗോൾഡ് പോലെയുള്ള സേഫ് അസറ്റ് ക്ലാസ്സുകളിലേക്കും മാറിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഏപ്രിൽ 13 മുതൽ ഏപ്രിൽ 17 വരെയുള്ള ട്രേഡിംഗ് ആഴ്ച അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നെക്സ്റ്റ് വീക്ക് ഒരു ഏപ്രിൽ 14 ട്രേഡിംഗ് ഹോളിഡേ ആണ്. അന്ന് അംബേദ്കർ ജയന്തി ആയതുകൊണ്ട് മാർക്കറ്റിൽ ട്രേഡിംഗ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ 4 ദിവസത്തെ ഒരു ട്രേഡിംഗ് ഡേ മാത്രമേ നെക്സ്റ്റ് വീക്കിലുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് വീക്കിൽ പ്രാധാന്യം അറിയിക്കുന്ന ഘടകം ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് തന്നെയായിരിക്കും. അപ്പോൾ നിലവിലിപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസ് 100-ൽ താഴെയാണ് നിൽക്കുന്നത്, 95 എന്ന ലെവലിലാണ്. ഈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരിക്കും. എന്നാൽ ക്രൂഡ് ഓയിൽ പ്രൈസ് വീണ്ടും 100-ന് മുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് ഗ്ലോബൽ ക്യൂസ് മൊത്തം വീക്കാവാൻ കാരണമാകും. അപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് പാകിസ്ഥാൻ്റെ ആ ഒരു മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ നടക്കുന്ന ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആ ചർച്ച അത് യാതൊരു ഡീലുമാകാതെ അവസാനിച്ചിരിക്കുകയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റായുള്ള JD വാൻസും ഇറാൻ റെപ്രസെൻറ്റേറ്റീവുകളും തമ്മിൽ നടന്ന ഏകദേശം 21 മണിക്കൂർ നീണ്ടു നിന്ന ആ ഒരു മാരത്തോൺ ചർച്ചയാണ് ഒരു ഡീലുമാകാതെ പിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയർ വെപ്പണുമായി ബന്ധപ്പെട്ട് ഇറാൻ അവരുടെ സ്റ്റാൻസിൽ നിന്നും പിറകോട്ട് പോകുന്നില്ല എന്നതാണ് ചർച്ച വഴിമുട്ടാൻ കാരണമെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ അനാവശ്യമായ വാശികളാണ് തടസ്സമെന്നാണ് ഇറാൻ്റെയും ആരോപണം. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടെങ്കിലും നിലവിലുള്ള ആ 2 ആഴ്ചത്തെ സീസ് ഫയർ അത് തുടരണമെന്ന് പാകിസ്ഥാൻ ഈ 2 രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഈ ഒരു സീസ് ഫയർ തുടരുമോ അതല്ല അമേരിക്ക കൂടുതൽ പ്രഷർ ചെയ്യുമോ അതല്ല ഇനിയും സമാധാന ചർച്ചകൾ നടക്കുമോ ഇതിനൊക്കെ ആശ്രയിച്ചായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ്. അതുകൂടാതെ നെക്സ്റ്റ് വീക്ക് പല കമ്പനികളുടെയും Q4 റിസൾട്ടുകൾ വരുന്നുണ്ട്. 14-ന് ICICI Prudential ലൈഫ് ഇൻഷുറൻസിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. അതുപോലെ ICICI ലംബാർഡ് ജനറൽ ഇൻഷുറൻസിൻ്റെ റിസൾട്ട് ഉണ്ട്. അതുപോലെ വിപ്രോയുടെ റിസൾട്ട്, HDFC ലൈഫ്, HDFC AMC
റിസൾട്ട്, ഏഞ്ചൽ വണ്ണിൻ്റെ റിസൾട്ട്, അങ്ങനെ പല ലീഡിംഗ് ആയിട്ടുള്ള കമ്പനികളുടെ റിസൾട്ട് അവർ പ്രതിനിധീകരിക്കുന്ന സെക്ടറുകളുടെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ ഒരുപക്ഷെ നമ്മളെ സഹായിച്ചേക്കും. മറ്റൊരു പ്രധാന ഇവന്റ് നമ്മൾ കാണുന്നത് വാഷിംഗ്ടണിൽ ഏപ്രിൽ 13 മുതൽ 18 വരെ നടക്കുന്ന IMFന്റെ വേൾഡ് ബാങ്ക് സ്പ്രിംഗ് മീറ്റിങ്ങുകളാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഔട്ട്കം ഇന്ത്യൻ വിപണിയെ വലിയ തോതിൽ സ്വാധീനം ചെലുത്താറുണ്ട്. പ്രധാനമായിട്ടും ഈ ഗ്ലോബൽ FIAസിന് ഇന്ത്യയെ അവരെങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് ഈ IMFന്റെ നിഗമനങ്ങൾ. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് IMF യോഗത്തിൽ നടക്കുന്ന ഒരു കാര്യം, അവരൊരു വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് പുറത്തുവിടാറുണ്ട്. അതിൽ ഇന്ത്യയുടെ ഒരു വളർച്ചാ നിരക്ക് എത്രയാകുമെന്ന് അവർ പറയാറുണ്ട്. ഇപ്പോൾ 2025-26 7.3% എന്നൊരു GDP ഗ്രോത്താണ് പ്രവചിച്ചതെങ്കിൽ 26-27 വർഷത്തിൻ്റെ ആ ഒരു GDP ഗ്രോത്ത് എങ്ങനെയായിരിക്കും എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതുകൂടാതെ ഗ്ലോബലായിട്ട് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എപ്പോഴാണ് നടക്കുക എന്നതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകളും ആ മീറ്റിങ്ങിൽ നടക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും FIAസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുപോലെ നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ള അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ, അത് അമേരിക്കൻ വിപണിയെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തിയ ഒരു ഡാറ്റയാണ്. ഇപ്പോൾ മാർച്ചിലെ ഒരു കണക്ക് പ്രകാരം ഇൻഫ്ലേഷനിൽ വലിയ വർധനമാണ് അമേരിക്കയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ മുൻ വർഷം ഇതേ മാസങ്ങളിൽ ഉണ്ടായിരുന്ന 2.4% നിന്നും ഉയർന്നിട്ട് 3.3% ആയിട്ടാണ് അത് ഉയർന്നിരിക്കുന്നത്. ഇതുകൂടാതെ ഫെബ്രുവരി അപേക്ഷിച്ച് മാർച്ചിൽ 0.9% ഒരു ഇൻഫ്ലേഷൻ വർധനവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2022 ജൂണിന് ശേഷമുള്ള ഏറ്റവും വലിയ ഒരു മന്ത്ലി ഇൻക്രീസ് ആണ് ഇൻഫ്ലേഷനിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഇറാനുമായിട്ടുള്ള സംഘർഷം കാരണം ഈ ഫ്യൂൽ പ്രൈസിൽ ഉണ്ടായിട്ടുള്ള വർധനമാണ് ഈ ഇൻഫ്ലേഷൻ കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം എനർജി മേഖലയിൽ മാത്രം 12.5% വർധനമാണ് ഇൻഫ്ലേഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ ഇത്രയും ഉയർന്ന സാഹചര്യത്തിൽ US ഫെഡ് റിസർവ് തീർച്ചയായിട്ടും അവരുടെ പലിശ നിരക്കുകൾ കുറക്കുന്നത് ഇനിയും വൈകിപ്പിക്കുവാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുകൂടാതെ അടുത്ത ആഴ്ച വരാൻ പോകുന്ന ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ ഉണ്ട്. CPI ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നത് ഏപ്രിൽ 13-നാണ്. അപ്പോൾ നാളെ ആ ഒരു ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫെബ്രുവരിയിൽ നമ്മുടെ ഡാറ്റ ഉയർന്നിരുന്നു, അത് 3.21% ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മാർച്ചിലെ ഡാറ്റ ഈ ഒരു 3.2 എന്ന അതേ ലെവലിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കുറഞ്ഞു വരികയാണെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ അത് പോസിറ്റീവ് ആവുകയുള്ളൂ. എന്നാൽ ഇൻഫ്ലേഷൻ കൂടുന്നത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇതുപോലെ ഇന്ന് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂസ് പ്രത്യേകിച്ച് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതായത് ഡീസലും ATF അഥവാ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ, ഇതിൻ്റെ കയറ്റുമതിയിൽ ഒരു വിൻഫോൾ ടാക്സ് ഏർപ്പെടുത്തും എന്ന ന്യൂസ് മുമ്പേ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ റിലയൻസ് സ്റ്റോക്കൊക്കെ കഴിഞ്ഞ ആഴ്ച ഇടിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രഖ്യാപനം ഇന്ന് വന്നിട്ടുണ്ട്. ഡീസലിന് 55 രൂപയും അതുപോലെ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലിന് 42 രൂപയും നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് കയറ്റുമതി ആശ്രയിച്ച് നിൽക്കുന്ന ഈ പ്രൈവറ്റ് റിഫൈനറി കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതമാണ്. ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഈ ഒരു മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി. അപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ഇപ്പോഴുള്ള ക്രൂഡ് ഓയിൽ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന ഇന്ധനക്ഷാമം പരിഹരിക്കണമെങ്കിൽ ആഭ്യന്തര വിപണിയിൽ വലിയ തോതിൽ നമ്മുടെ ഫ്യൂവൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ രീതിയിലുള്ള വിൻഫോൾ ടാക്സ് ഏർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത കുറയുകയും ആഭ്യന്തര മാർക്കറ്റിൽ ധാരാളം ഓയിൽ അവൈലബിൾ ആവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നീക്കമാണിത്. പക്ഷേ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഈ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൈസിങ് നടന്നത് കഴിഞ്ഞതിനാൽ ഒരുപക്ഷെ ഇത് വലിയ തോതിൽ സ്റ്റോക്ക് പ്രൈസിനെ എഫക്റ്റ് ചെയ്യണമെന്നില്ല. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് വരുന്നത് 23,750, 23,800 എന്ന ലെവലാണ്. അതുപോലെ നിലവിൽ 24,200, 24,250 ലെവൽ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലുമാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് 24,100 മുകളിലുള്ള ഒരു ബ്രേക്ക് ഔട്ട് നടത്തുകയും അവിടെ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത് 24,700 വരെ പോകാനുള്ള ഒരു സാധ്യത നമ്മുടെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ നിലവിൽ ഇന്ത്യ വിക്സ് സൂചിപ്പിക്കുന്നത് ആ ഒരു ആങ്സൈറ്റി മാർക്കറ്റിൽ നിന്നും കുറേയൊക്കെ ഒഴിവായിട്ടുണ്ട്. കാരണം ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ 7% താഴത്തേക്ക് വന്നിട്ട് 18 എന്ന ലെവലിലാണ് ഇന്ത്യ വിക്സ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് ഒരു സൈഡ് വൈസ് പക്ഷെ ഒരു നേരിയ ഒരു ബുള്ളിഷ്നെസ് കാണിക്കുന്ന ഒരു മാർക്കറ്റ് ആയിരിക്കും. അതുകൂടാതെ പ്രധാന കമ്പനികളുടെ Q4 റിസൾട്ടും പോസിറ്റീവായി വരികയാണെങ്കിൽ അതും മാർക്കറ്റിനെ സ്വാധീനിക്കുകയാണെങ്കിൽ നല്ലൊരു മുന്നേറ്റം മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. എങ്കിലും ഈ ഇറാൻ US ചർച്ച ഫെയിലായത് മാർക്കറ്റിൽ നേരിയൊരു ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ന്യൂസുകളും വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായിട്ട് നിങ്ങളെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.